നമ്മളിൽ ചിലർക്കെങ്കിലും നല്ല ഇഷ്ടമായിരിക്കും ഹിന്ദുസിൻ്റെ കല്യാണ സദ്യ കഴിക്കാനായിട്ട്. അവിയൽ, സാമ്പാർ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, പൈനാപ്പിൾ കറി ഇതൊക്കെ മിക്സ് ചെയ്ത് ചോറ് കഴിക്കുമ്പോഴുള്ള രുചി ആഹാ! ലാസ്റ്റ് പായസവും പപ്പടവും പഴം കൂടി കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ള രുചി തൃപ്തിയായി അല്ലേ? അപ്പോൾ സദ്യയിലെ ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്, വെള്ളരിക്ക പച്ചടി. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാനൊരു മീഡിയം സൈസ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചി കിട്ടാനായിട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളരിക്ക വേവിക്കാൻ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളരിക്ക വേവിക്കരുത്. ആ വെള്ളരിക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരു 6-7 മിനിറ്റ് മതി. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിക്ക വെന്ത് കിട്ടും. പെട്ടെന്ന് വേകുന്ന സാധനമാണ് വെള്ളരിക്ക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. വെള്ളരിക്ക കഷ്ണങ്ങളുടെ ജസ്റ്റ് മുകളിൽ നിൽക്കാൻ പാകത്തിനേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എരിവ് വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ഇടാം, കുറവാണെങ്കിൽ കുറയ്ക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ഇട്ട് കൊടുക്കുക. ഈ കറി കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഒത്തിരി എരിവൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ചെറു തീയിലിട്ട് തിളപ്പിക്കണം. അപ്പം നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഹിന്ദുസൊക്കെ പൊതുവേ ഈ കറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷേ ക്രിസ്ത്യൻസിന് ഈ കറികൾ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാത്ത ആളുകളായിരിക്കും കൂടുതൽ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കറിയാണ്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തൈരാണ്. ചേർക്കുന്ന തൈരിന് പുളി കുറവായിരിക്കണം. പുളി കൂടുതലായ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് പോയി. അപ്പം നമ്മൾ നല്ല പാകം പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പാകം പുളിയുള്ള തൈര് ഒരു 1.25 ഗ്ലാസ്സാണ് ഒഴിച്ചിരിക്കുന്നത്. 200 ml ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളത് ഓഫ് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തൈര് കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഉപ്പ് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് എല്ലായിടും ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതൊന്ന് നന്നായിട്ട് കറി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പദാർത്ഥങ്ങളൊക്കെ വന്നു തുടങ്ങി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് താളിക്കലാണ്. അതൊന്നും അറിയാനില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലാസ്റ്റ് കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി. അപ്പോൾ ഇത്തരം കറികൾ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.